അവരുടെ ജീവിതത്തില് നിങ്ങളുടെ സാമീപ്യം അവരെത്രമാത്രമാണ് ഇപ്പോ ആഗ്രഹിക്കുന്നത്? ഓക്കെ. കൂടുതൽ പേർക്കും ഇതൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. മേ ബി ആ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. കൂടുതൽ പേരും നിങ്ങളായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ആ വ്യക്തി ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വളരെ പെട്ടെന്നുണ്ടായ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഒരുപാട് ഈ വ്യക്തിയെ തളർത്തുന്നുണ്ട്, ഡിപ്രസ്ഡ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. അത്രമാത്രം ആ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. ആ വ്യക്തി പലതരത്തിലും ട്രൈ ചെയ്തിട്ട് ആ വ്യക്തി അതിലൊന്നും സക്സസ് ആവുന്നില്ല. നിങ്ങളിലേക്ക് എത്താനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. മറ്റു വ്യക്തികൾ വഴിയെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴിയൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്പിരിച്വലി ഒരുപാട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടാകാം. ആ വ്യക്തി ഒരുപാട് സ്പിരിച്വലി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. സോൾ ബോണ്ടിങ് വളരെ കൂടുതലാണ്. ഈ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങളുടെ ലവ് എനർജിയുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ആ വ്യക്തി വളരെ ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. കൂടുതൽ പേർക്കും ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ വ്യക്തി ഒരുപാട് ഹേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ സെപ്പറേഷൻ ആ വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. ഓക്കെ. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോയാലും നിങ്ങളിലേക്ക് തിരികെ എത്തുമെന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട്. യെസ്. മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ആരോ ഒരാൾ മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സെപ്പറേഷനിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം. പക്ഷെ എന്ത് കാര്യത്തിനും ഈ വ്യക്തി ഇപ്പോൾ റെഡിയാണ്. ഏത് കാര്യവും വഴി നിങ്ങളിലേക്ക് എത്തണമെന്നും നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. യെസ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡ്രോപ്പ് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത് ആ വ്യക്തിക്ക് എന്താണ് ആ ഒരു കണ്ടീഷൻ ഓവർകം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അതിനിടയിൽ നിങ്ങളുടെ സെപ്പറേഷനും കൂടി ആയപ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം താങ്ങാൻ പറ്റാത്ത അത്രയും ഒരു വിഷമം ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട്. മേ ബി ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് നിങ്ങൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. ഒരുപാട് പേര് സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. മേ ബി ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അങ്ങനെ ഒരു ഫീലിംഗ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. 10 ഓഫ് കപ്സ്. ആ വ്യക്തി ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടൈറ്റിൽ തന്നെ ആ വ്യക്തി എത്രമാത്രമാണ് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുള്ളത് എന്നുള്ളത്. എന്ന് വെച്ചാൽ അത്രമാത്രം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കാനും ഫാമിലി, കുട്ടികൾ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആ വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് ആ വ്യക്തി ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരുമിച്ചുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മൊമെന്റ്സ് അവരുടെ പാസ്റ്റിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ആ വ്യക്തി ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് ആ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങൾ ലൈഫിൽ ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നില്ല. ലൈഫ് കംപ്ലീറ്റ് ആവാത്തത് പോലെ ഒരു എംപ്റ്റി ആയതുപോലെ
സൈലന്റ് ആയതുപോലുള്ള ഒരു ഫീലിംഗ് ആണ് ആ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. ഭയങ്കരമായിട്ട് ആ വ്യക്തിക്ക് വളരെ ഡീപ്പ് ഫീലിംഗ് ആണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത്. മറ്റെന്ത് കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് അല്ല എന്ന് തന്നെയാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഓക്കെ. ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടും നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാനായിട്ടും ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തി ഒരു സമയത്ത് ഈ റീഡിംഗ് കേൾക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു മെസ്സേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി വിൽ യു കം ബാക്ക് ടു മൈ ലൈഫ്, ആ ഒരു രീതിയിലുള്ള ഒരു തോട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി നിങ്ങൾ ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ, എനിക്കൊരു ചാൻസ് കൂടി തരുമോ, ആ ഒരു രീതിയിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അത്ര നല്ല ഒരു തോട്ടാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലുള്ളത്. നിങ്ങളെ ഏത് രീതിയിലെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം. ആ വ്യക്തിയുടെ ലൈഫിലെ ഹാപ്പിനെസ് നിങ്ങളാണ്. ഈ ഒരു സെപ്പറേഷനിൽ ആ വ്യക്തി റിയലൈസ് ചെയ്തിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഈ സെപ്പറേഷനിലൂടെ ആ വ്യക്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. യെസ്, അത്രയധികം ഒരു പാഷനാണ് ആ വ്യക്തിക്ക്. നിങ്ങളെന്ന് പറയുന്നത് ഈ അത്രയധികം ആഗ്രഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രീമായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് തോന്നുവാണ്. ഓക്കെ. ഇത് 6 ഓഫ് സ്വാർഡ്സ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരിക്കലും ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് മറക്കാനോ ഈ റിലേഷൻഷിപ്പ് ഒഴിവാക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. നിങ്ങളെ ഈ വ്യക്തിയുടെ ഇത്രയും ആഴത്തിലുള്ള സ്നേഹം നിങ്ങളെ തിരികെ ആ വ്യക്തിയിലേക്ക് തന്നെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ. ഈ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കണം ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു നോ കോൺടാക്റ്റിൽ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയെ മൂവ് ഓൺ ചെയ്ത് ആ വ്യക്തിയെ ഒഴിവാക്കി പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഫിസിക്കലി സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷെ നിങ്ങൾ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയെ മറക്കാനോ ആ വ്യക്തിയിൽ നിന്ന് അകലാനോ കഴിയില്ല. ഓക്കെ. ആ വ്യക്തി നിങ്ങളുടെ ഡ്രീംസിലെങ്കിലും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ആ വ്യക്തി ഈവൻ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത സമയത്ത് പോലും ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കാരണം ആ വ്യക്തി ഓരോ നിമിഷവും നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുവഴി നിങ്ങൾ ആ വ്യക്തിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. ഓക്കെ.